Watch full episodes on Jio Hotstar. നിങ്ങളുടെ മകൻ വളരെ ഇന്റലിജന്റ് ആണ് മാഡം. നിങ്ങളുടെ കുട്ടിയുടെ മാർക്ക് വളരെ ബെറ്റർ ആണ്. താങ്ക് യു മാഡം. കാണുമ്പോൾ നിങ്ങൾ വളരെ ലക്കിയാണ്. രുദ്രയെ മാത്രം ഇവിടെ കാണുന്നില്ലല്ലോ. അല്ല രുദ്ര, നീ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ മുത്തശ്ശൻ വന്നില്ലേ? ഞങ്ങള് മുത്തശ്ശന് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. മുത്തശ്ശൻ വന്നല്ലോ, ആ വഴിക്ക് വരുന്നുണ്ട്. ഇതെന്താ? അയ്യോ രക്ഷിക്കണേ. അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ. അയ്യോ ധാരാ എന്നെ വെറുതെ വിടണേ. അയ്യോ മുത്തശ്ശ മുത്തശ്ശ. രുദ്ര ഒന്ന് മാറി നിന്ന്. Zaiska, covering shield appearo. Zibaiska, statue of Polito. രുദ്ര ഇതൊക്കെ എന്താണ്? മുത്തശ്ശ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങളുടെ ശത്രുവിനെ അറിഞ്ഞിട്ടുണ്ട്. അതോടെ അവൻ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നിങ്ങളുടെ കഥ അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. താങ്ക് യു രുദ്ര. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് ഒരു അപകടവും സംഭവിക്കില്ല. ജയ്സിംഗ് ചൗഹാൻ സാർ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അതെ, എനിക്ക് സുഖമാണ്. അതെ മാഡം, എനിക്ക് രുദ്രയോട് അത്യാവശ്യമായി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് മാഡത്തെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. ആ തീർച്ചയായും. അല്ലെങ്കിൽ തന്നെ രുദ്ര ഞങ്ങളുടെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ? താങ്കൾ പോകുന്നതിന് മുമ്പ് കാണുമല്ലോ. രുദ്ര, ഞാൻ നിനക്ക് വേണ്ടി ഒരു മന്ത്രം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതോടെ നിന്റെ പവർ ഇനിയും 10 മടങ്ങാവും. ശത്രുക്കൾ നിന്നെ ഇപ്പൊ സ്കൂളിലും ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. നിന്റെ ശത്രുക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. ശത്രു അടുത്തുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആരെങ്കിലും പുറകിൽ നിന്ന് ആക്രമിക്കുകയാണെങ്കിൽ എത്ര കരുത്തനായാലും തോറ്റുപോകും. അതുകൊണ്ട് ഞാനിപ്പോൾ നിനക്കൊരു മന്ത്രം പഠിപ്പിച്ചു തരാം. നമുക്ക് ഏതെങ്കിലും വലിയൊരു ഹോളിലേക്ക് പോകാം. വരൂ മുത്തശ്ശ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാം. രുദ്ര, ഇവിടെ ഇരിക്കും. ഞാനിപ്പോൾ ആ മന്ത്രത്തിന്റെ ബുക്ക് എടുത്തു തരാം. രുദ്ര, നീ അല്പനേരം കണ്ണടയ്ക്കൂ. മോളെ മൈറ, വരൂ. നിങ്ങളും എന്റെ കുട്ടികൾ തന്നെയാണ്. നിങ്ങളും അവനോടൊപ്പം ചെന്നിരിക്കെ. ഇനി നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുക. ഞാൻ അകത്തേക്ക് വന്നോട്ടെ മാഡം? തീർച്ചയായും. ഹലോ മാഡം കാനൻകോ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാണ് ജയ്സിംഗ് സർ. വന്നാലും ഇരിക്കൂ. രുദ്രയും കൂട്ടുകാരൊക്കെ എവിടെ? ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. റൂമിലും കണ്ടില്ല. അല്ല, കുറച്ചു മുമ്പ് താങ്കളോടൊപ്പം ആയിരുന്നില്ലേ അവർ? എന്റെ കൂടെ ഉണ്ടായിരുന്നോ?
അതിന് ഞാൻ ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ? അപ്പോൾ അതാരായിരുന്നു? അത് അയാൾ രുദ്രയെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുക. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. രുദ്ര ആരാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഇതിലെന്തോ പ്രശ്നമുണ്ട്. എത്രയും പെട്ടെന്ന് രുദ്രയെ കണ്ടുപിടിക്കണം. മിസ് സെക്യൂരിറ്റി, എന്താ സംഭവിച്ചത്? എത്രയും പെട്ടെന്ന് രുദ്രയെ കണ്ടുപിടിക്കേ. അവൻ അപകടത്തിലാണ്. NPTV എത്രയും പെട്ടെന്ന് രുദ്രയെ തേടി കണ്ടെത്ത്. ഇനി കണ്ണു തുറന്നോളൂ. മായാജാലം. രുദ്ര, നീ ശരിക്കും എന്നെ കുടുങ്ങിയില്ലേ? എന്നെ കൊണ്ട് പേടിക്കേ. ഞാനാണ് ശകാൽ, നീയോ? നീ എങ്ങനെ ഇവിടെ വന്നത്? നിന്റെ മുത്തശ്ശൻ ഇനി എവിടെയുണ്ടെങ്കിലും അയാൾക്ക് ഇനി ഒരിക്കലും നിന്നെ കാണാൻ കഴിയില്ല. അയാൾക്കിനി നിന്റെ ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. അതൊക്കെ ഇനി എനിക്ക് മാത്രമേ കഴിയുള്ളൂ. എനിക്ക് മാത്രം. നീ ശരിക്കും പെട്ടുപോയി. ഇനി നിനക്കൊരു മാജിക്ക് പോലും ചെയ്യാനാവില്ല. ഇനി നിങ്ങളെല്ലാവരും ഗോസ്റ്റിനെ പോലെ ഈ സ്കൂളിന് ചുറ്റുമേ കറങ്ങി നടക്കും. ഒരു മനുഷ്യനും ഇവിടെ ഇനി നിങ്ങളെ കാണുവാനാവില്ല. നിങ്ങളുടെ ശബ്ദവും കേൾക്കാനാവില്ല. എവിടെ പോയെന്ന് മനസ്സിലാക്കാനും ആവില്ല. ഇനി നിങ്ങൾക്കൊരു മാജിക്കും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളെ ഞാൻ ഗോസ്റ്റ് പോലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാവരും ഒരു പ്രേതത്തെ പോലെ ഇവിടെ കറങ്ങി നടക്കുകയേ ഉള്ളൂ. എന്റെ പവേഴ്സിന് എന്താ പറ്റിയത്? അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. ഇനിയൊന്നും നിങ്ങൾക്ക് ചെയ്യാനാവില്ല. കാരണം ഈ ഷാക്കാരുണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ ചെയ്തതിനെല്ലാം ചേർത്ത് പകരം വീട്ടിയിരിക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് നല്ലവർ 100 പേരുണ്ടെങ്കിലും ദ്രോഹിയായിട്ട് ഒരാൾ മാത്രം മതിയെന്ന്. അപ്പൊ തീർച്ചയായും ഇതിന്റെ സൊല്യൂഷൻ തന്നെ ഉണ്ടാകും. നമുക്ക് ഏതൊരു സാധനത്തിന് പിടിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും ശരിക്കും ഭൂതങ്ങളെ പോലെ മാറിയെന്നാ തോന്നുന്നേ. വേഗം നമുക്ക് ഇവിടുന്ന് പോവാം. മുത്തശ്ശൻ വന്നിട്ടുണ്ട്. അതെ അതെ അതെ. എന്നാ ചെല്ല് 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 ചെല്ല്. ചെന്നൊന്ന് ശ്രമിച്ചു നോക്ക്. ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ പോവുകയാണ്. ബൈ ബൈ. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. മുത്തശ്ശ, ഞങ്ങൾ വരാനുണ്ട്. മുത്തശ്ശ, ഞങ്ങൾ ഇങ്ങനെ നോക്ക്. മുത്തശ്ശ, മുത്തശ്ശ. സെക്യൂരിറ്റി, എത്രയും പെടുന്ന രുദ്രി അവന്റെ കൂട്ടുകാരെയും കണ്ടുപിടിക്കണം. അവരെങ്ങോട്ടാ പോയിന്ന് നോക്ക്. ആരോ എന്റെ രൂപത്തിൽ വന്ന് അവരെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. മുത്തശ്ശ, ഞങ്ങളിതാ നിങ്ങളുടെ ഒപ്പം വന്നോണ്ടിരിക്കുക. ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയേ. മുത്തശ്ശ, നമ്മളുടെ സിറ്റുവേഷൻ ഭൂതങ്ങളെക്കാളും വളരെ മോശമായല്ലോ. ഭൂതങ്ങളെ കണ്ട് ജനങ്ങൾ പേടിക്കാറുണ്ട്. പക്ഷെ നമ്മളെ ആർക്കും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇനി ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ കറങ്ങി നടക്കേണ്ടി വരുമോ?
മുത്തശ്ശൻ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളുടെ മനസ്സ് നമ്മൾ ശാന്തമായി വെക്കണം. ഒന്ന് ഓർമ്മിച്ച് നോക്ക്, ഷാക്കാൽ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞത് മനുഷ്യർക്ക് ആർക്കും നമ്മളെ കാണാൻ പറ്റില്ല, സംസാരിക്കുന്നത് കേൾക്കാനും പറ്റില്ല, മാജിക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ആനിമൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആനിമൽസ് എന്ത് ചെയ്യാനാ? അതെ, നമ്മളെ സഹായിക്കാൻ നമുക്ക് സിംസും ഉണ്ടല്ലോ. സിംസും, നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പറ്റിയേ? ശരിക്കും പറഞ്ഞാ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. വരൂ. ഞാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കിന്റെ ടൈറ്റിൽ വായിച്ചു, ദ ഗോസ്റ്റ് ഓഫ് മജീഷ്യൻസ്. ഞാൻ ആ ബുക്ക് ഒരു പ്രാവശ്യം ലൈബ്രറിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വാ, നമുക്ക് ലൈബ്രറിയിലേക്ക് ചെല്ലാം. ദ ഗോസ്റ്റ് ഓഫ് മജീഷ്യൻസ് ബുക്ക് കണ്ടെത്തിട്ടാ. ചേടാ, നിങ്ങളിത് എവിടുന്ന ഇങ്ങോട്ട് കയറി വന്നേ? ഇതാണ് ബുക്ക്. സിംസം, ഇങ്ങോട്ട് വാ, വേഗം വാ. ഈ ബുക്ക് എടുത്തോണ്ട് വാ. ഇങ്ങോട്ട് വാ, വേഗം. ചേട്ടാ, എന്താ ഇത്? നിങ്ങൾ ഏത് ബുക്കായി എടുത്തോണ്ട് പോകുന്നത്? അവിടെ നിക്ക്. വേഗം വേഗം പേജസ് ഒക്കെ ടേൺ ചെയ്. അടുത്തത്. ആ അനിമൽസ് ആർക്കോ ആ ബുക്ക് വായിച്ച് കാണിക്കുന്നുണ്ട്. അതിപ്പോ ആരായാലും ഇൻവിസിബിൾ ആണെന്നാ തോന്നുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ, കെട്ടിപ്പോയി. ഇത് തന്നെയാ. ഇബൈസ്ക സിബൈസ്ക ഗസീസയെ ബിസൈസ്കോ. ഇനി നമ്മുടെ ജോലി വളരെ ഈസിയായി. നമുക്ക് ആരും കാണാൻ പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഇപ്പൊ മാജിക് ചെയ്യാൻ പറ്റും. രുദ്രയെ കണ്ടെത്തിയോ? ഇല്ല. നീ അവൻ എന്തെങ്കിലും ചെയ്തോ? ഞാനോ? ഞാനെന്ത് ചെയ്തെന്നാ? ഞാൻ മാഡം കാമൻകയുടെ കയ്യിൽ നിന്ന് ജെന്നിയുടെയും ജോഡിയുടെയും റിപ്പോർട്ട് വാങ്ങുകയായിരുന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനോ? ചേടാ, ഇമാരിപ്പം എവിടുന്നാ വന്നത്? വന്നട്ടെ. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആർക്കും ഇവരെ കാണാനും പറ്റില്ല, ശബ്ദം കേൾക്കാനും പറ്റില്ല. മുത്തശ്ശ, 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 മുത്തശ്ശ. ചക്കാൽ, നീ എപ്പോഴും ഒരു കാര്യം മറക്കാറുണ്ട്. ഞാനൊരു കാര്യം നിന്നോട് പറയാറുണ്ടല്ലോ. രുദ്രയുടെ പ്രായത്തെയും പിന്നെ അവന്റെ മാജിക്കൽ പവർസെയും ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അല്ല, ഇവനെ ആരാണ് അടിച്ചത്? ചേടാ, രുദ്ര,
നീ ഇപ്പൊ എങ്ങനെയാണ് ഈ മാജിക് ചെയ്തത്? ഞാൻ ആ പുസ്തകത്തിലെ മന്ത്രം മുഴുവൻ വായിച്ചതാണല്ലോ. ഇവന് ശരിക്കും മാജിക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എങ്ങനെ? Zibaiska, oh Polito, Halar Habito. ഷക്കാൽ, നിന്റെ ഒരു മാജിക്കും എന്റെ ശരീരത്തിന് ടച്ച് പോലും ചെയ്യാൻ പറ്റൂല. അതെ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ ഞാൻ നിന്നെ ഇപ്പൊ പപ്പടം പോലെ തകർക്കാൻ പോവാ. അയ്യോ, അതൊന്നും ചെയ്യല്ലേ. അയ്യോ, 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 രുദ്ര തന്നെയാണ്. പക്ഷേ എനിക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. ഇത് തീർച്ചയായിട്ടും രുദ്രയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ജയസിംഗ് സർ, നിങ്ങൾക്ക് അവരെ സഹായിച്ചൂടെ? മാഡം, അതൊക്കെ ടെൻഷൻ ആവണ്ട. രുദ്ര ഇപ്പോൾ ഒരു 10 ഷാക്കാലിന് സമമാണ്. അവന് എപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, ഇങ്ങനെ ശരിയാവില്ല. ഇനി ഞാൻ അവർക്ക് ബോഡി കൊടുത്തേ മതിയാവൂ. അഥവാ ഞാൻ അവർക്ക് ഈ ബോഡി കൊടുത്തില്ലെങ്കിൽ അവരെല്ലാം കൂടി എന്നെ തല്ലി തല്ലി പഞ്ചറാക്കി മാറ്റും. നീ ഒന്നും ചെയ്യണ്ട. ഞാൻ ഇതുപോലെ ദിവസം വന്ന് നിന്നെ പപ്പടം പോലെ തകർക്കും മോനെ. നീ എവിടെ പോയാലും ശരി, നിന്നെ ഞാൻ വിടത്തില്ല. നോക്കിക്കോ, ഈ രുദ്രയാ ഇത് പറയുന്നത്. നിന്റെ ജീവൻ ഞാൻ നരകമായിട്ട് മാറ്റും. എനിക്കിപ്പോ നല്ല രസം തോന്നുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഇരുന്നോളാം. അങ്ങനെ ചെയ്യണ്ട. ഇവരെ പഴയ പോലെ ആക്കിയേ പറ്റൂ. രുദ്ര, Zibaiska, boom, chica chick, boom. Images Polito. ഞാൻ പറഞ്ഞത് ശരിയായി. ഒരു രുദ്ര 10 ഷാക്കാലിന് സമമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനിടയിൽ വന്ന് എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. Cheers for Rudra! 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 Watch India's largest kids library only on Jio Hotstar. Download the app now.